വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 8th മാർച്ച്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 10th മാർച്ച് മുതൽ 14th മാർച്ച് വരെയുള്ള വീക്കാണ്. അതിൽ ഫ്രൈഡേ 14th മാർച്ച് ഹോളിഡേ ആണ് വരുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് 4 ട്രേഡിംഗ് ഡേയ്സ് മാത്രമാണ് ഉള്ളത്. കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി 21,964 എന്നുള്ളൊരു ലോട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വളരെ ഫേമായിട്ടുള്ളൊരു റീബൗണ്ടാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. നിഫ്റ്റി 427 പോയിൻറ്റ്സിൻ്റെ ഒരു പോസിറ്റീവ് ക്ലോസിങ്ങോടുകൂടി 22,552 എന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിഫ്റ്റിയുടെ സിവിയർ ആയിട്ടുള്ള ഒരു സെൽ ഓഫ് 22,000 താഴെ ബ്രേക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റീബൗണ്ടാണ് കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് 20,437 എന്നുള്ള ഒരു ഫേമായിട്ടുള്ളൊരു സപ്പോർട്ടാണ് നമുക്കിനി നിഫ്റ്റിയിലുള്ളത്. പക്ഷേ നമുക്ക് കാണാം നിഫ്റ്റിയുടെ ഒരു 22,104 അതുപോലെ തന്നെ 21,821 എന്നുള്ള ലെവലിനിടയിൽ ഒരു ഡിമാൻഡ് സോൺ വരുന്നുണ്ട്. ആ ലെവലിൽ നിന്നും ഇപ്പോൾ ടച്ച് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ റീബൗണ്ട് നടക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു സപ്പോർട്ടായിരിക്കുക 20,437 ആണ്. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റിൽ കഴിഞ്ഞ വീക്കിൽ ലാസ്റ്റ് തേഴ്സ്ഡേ ഫ്രൈഡേ എല്ലാം വളരെ നല്ല രീതിയിലുള്ള ബൈയിങ് ബീറ്റ് ഡൗൺ ആയിട്ടുള്ള ക്വാളിറ്റി സ്റ്റോക്സിലെല്ലാം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ജനുവരിയിലും ഫെബ്രുവരിയിലൊക്കെ കണ്ടിരുന്നത് ഏത് സ്റ്റോക്കുകളാണെങ്കിലും ഏത് ക്വാളിറ്റി സ്റ്റോക്കുകളാണെങ്കിലും എല്ലാം കാര്യമായിട്ടുള്ള രീതിയിൽ വരുന്നത് പോലെയുള്ള സെൽ ഓഫാണ് നമ്മൾ കണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യമായിട്ടുള്ള ബൈയിങ് നമ്മൾ മാർച്ച് മന്തിലേക്ക് കടന്നപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഇനി മാർച്ച് മന്ത് കണ്ടിന്യൂ ചെയ്യുക എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ക്വാളിറ്റി സ്റ്റോക്കുകൾ അക്യുമുലേഷനും അതുപോലെ ഏതെങ്കിലും സ്റ്റോക്കുകളൊക്കെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലൊക്കെ ഏതെങ്കിലും ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റോക്കുകൾ ഓപ്പറേറ്റർ ഡ്രിവൺ ആയിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകളൊക്കെ ഒരുപക്ഷെ വീണ്ടും താഴേക്ക് തന്നെ മൂവ് ചെയ്തിരിക്കാം. പക്ഷേ ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇവിടെ നിന്ന് ഇനിയും ഒരു അപ്വേർഡ് ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷനൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് കുറേയധികം സ്റ്റോക്കുകളെല്ലാം ഡിമാൻഡ് സോണുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സ്റ്റോക്കുകളൊക്കെ ബൈയിങ്ങിന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ ഞാൻ കുറേയധികം സ്റ്റോക്കുകളൊക്കെ അനലൈസ് ചെയ്തതിൽ നിന്നും എനിക്ക് ആ ഒരു ഡിമാൻഡ് സോണിലേക്ക് വന്നിട്ടുള്ള കുറേ അധികം സ്റ്റോക്കുകളുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ വീക്കിലെല്ലാം ഞങ്ങളുടെ ഡയമണ്ട് പിക്സിലെല്ലാം ചില സ്റ്റോക്കുകളെല്ലാം 30%-ലൊക്കെ അധികം കറക്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ മിഡ് ക്യാപ് സ്റ്റോക്കുകളുടെയും അല്ലെങ്കിൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പല സ്റ്റോക്കുകളും മുകളിലേക്ക് പോകുമ്പോഴും വളരെ മാർക്കറ്റിൻ്റെ ബുള്ളിഷ് സമയത്ത് നമുക്കറിയാം പല സ്റ്റോക്കുകളും നമ്മൾ 100%, 200%, ഈവൻ 500%-ലധികമൊക്കെ നമ്മൾ ബൈ ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോകുന്നത് കണ്ടു. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ ചിലത് 30%-ലധികമൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ആകുന്നതോടുകൂടി തന്നെ ഈ മിഡ് ക്യാപ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെല്ലാം വിത്തിൻ ഫ്യൂ വീക്സിൽ തന്നെ 30%-ലധികമൊക്കെ മുകളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ മാർക്കറ്റിലുള്ള നമ്മുടെ കോൺഫിഡൻസാണ് നമ്മൾ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിലുള്ള കറേജാണ് നമ്മളുടെ മാർക്കറ്റിനെ ഓരോ കറക്ഷനുള്ള ഫേസ് ചെയ്യുമ്പോഴുള്ള കറേജാണ് നമ്മൾ മാർക്കറ്റിൽ നിലനിർത്തുന്നത്. കഴിഞ്ഞ 30 വർഷമായിട്ടും എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നത് 1988-ലാണ്. അന്ന് മുതൽ പലപ്പോഴും മാർക്കറ്റിൻ്റെ കറക്ഷൻസ് ഞാൻ 2001 വരെയൊക്കെയുള്ള പീരീഡിൽ ഓരോ കറക്ഷൻസിലും സ്റ്റോക്കുകൾ താഴേക്ക് വരുമ്പോൾ പേടിച്ച് വിൽക്കുക എന്നുള്ള സ്ട്രാറ്റജിയിലാണ് ഇനീഷ്യലായിട്ടുള്ള എൻ്റെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ അങ്ങനെയാണ് പോയിരുന്നത്. പക്ഷേ പിന്നീടാണ് സ്റ്റോക്കുകളുടെ കറക്ഷൻ നമ്മൾ എപ്പോഴും ഒരു പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കറക്ഷൻസിന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കാം. സ്റ്റോക്കുകൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്റ്റോക്കുകളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ച് നിൽക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പിക്കുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റി സ്റ്റോക്കുകളാണെന്നുള്ളത്. അതായത് വളരെ നല്ല രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ഉള്ളതും നല്ല മാനേജ്മെൻ്റ് ഉള്ളതും നല്ല രീതിയിൽ സെയിൽസും നമുക്കൊരു പക്ഷേ ഈ കമ്പനികളുടെയൊക്കെ പ്രോഡക്റ്റ്സൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റാവുന്ന പ്രോഡക്ട്സും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ
ആ കമ്പനികളിൽ നമ്മൾ കോൺഫിഡൻസോടുകൂടി നിൽക്കുക. കാരണം ഈ കമ്പനികളിൽ ഇത്രയധികം എംപ്ലോയീസും മാനേജ്മെൻറ്റും എല്ലാം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ക്വാർട്ടറിൻ്റെ റിസൾട്ട്സ് നമ്മൾ വരുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബേസിക്കലി നമ്മൾ കൺവിൻസ്ഡ് ആവേണ്ട ഒരു കാര്യം ഈ കമ്പനി പ്രോഫിറ്റിലാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ റെക്കമെൻഡേഷൻസിൽ എല്ലാ കമ്പനികളും പ്രോഫിറ്റിലുള്ള കമ്പനികളിൽ മാത്രമേ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. ഒരു പക്ഷേ ഈവൻ ഒരു ലോസിലുള്ള കമ്പനി പ്രോഫിറ്റിലേക്ക് നാളെ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പോലും നമ്മൾ ആ റിസ്ക് എടുത്തുകൊണ്ട് നമ്മൾ റെക്കമെൻഡേഷൻസ് നൽകാറില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം മാർക്കറ്റിൻ്റെ കറക്ഷൻ എപ്പോൾ വേണമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കണം. അങ്ങനെയുള്ള കറക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൻ്റെ കറക്ഷൻ കഴിഞ്ഞുള്ള അടുത്ത റീബൗണ്ടിൽ ഈ സ്റ്റോക്കുകൾ കയറി വരണം എന്നുള്ളൊരു റൂള് നമ്മൾ നിർബന്ധമായിട്ടും ഉറപ്പിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷമായിട്ടും ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിലെല്ലാം കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ വ്യൂവേഴ്സിനോ ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കാറുള്ളത്. അപ്പോൾ ഇനി ഈ ഇടയിലുണ്ടാകുന്ന ഈ കറക്ഷൻ്റെ സമയത്തിൽ ഒരു പക്ഷേ നമ്മുടെ ബൈങ് റേറ്റിനേലൊക്കെ താഴെ സ്റ്റോക്കുകൾ പോകുമെന്നുണ്ടെങ്കിലും ആ സമയത്ത് നമ്മുടെ കറേജോടുകൂടി നമ്മളതിനെ ഹോൾഡ് ചെയ്യാൻ എന്നുള്ള ഉത്തരവാദിത്വം ഓരോ ഇൻവെസ്റ്റേഴ്സിനുള്ളതാണ്. അത് ഒരു 1-2 പ്രാവശ്യം ഒരു പക്ഷേ നിങ്ങൾ അതിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അതൊരു ടെസ്റ്റാണ്, മാർക്കറ്റ് തരുന്നൊരു ടെസ്റ്റാണ് നമുക്ക്. അതിൽ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് സ്ഥിരമായിട്ട് പ്രോഫിറ്റ് നേടാൻ സാധിക്കും. വരും ദിവസങ്ങളിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ കൺവിൻസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ പോർട്ട്ഫോളിയോയിലെ സ്റ്റോക്സിൽ അല്ലെങ്കിൽ കമ്പനികൾക്കും എല്ലാം നല്ല പ്രോഡക്ട്സ് ഉണ്ട്, നല്ല സർവീസ് നൽകാനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കമ്പനികളെല്ലാം അടുത്ത ദിവസങ്ങളിലും നന്നായ രീതിയിൽ പെർഫോം ചെയ്യുമെന്നുള്ള നമുക്ക് നമ്മുടെ ഒരു കൺവിക്ഷനാണ് പിന്നീട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റിലാക്കുന്നതും നമ്മൾ വിജയിപ്പിക്കുന്നതും. അത് ആ സ്ട്രാറ്റജി ഞാൻ ഇത്രയും നാളും ഫോളോ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓരോ മാർക്കറ്റിൻ്റെ കറക്ഷൻ സമയത്തും നമ്മൾ മാറ്റാതിരിക്കുക. ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ നിന്നും കഴിഞ്ഞ 3-4 മാസമായിട്ടുള്ള ഈ സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷനിൽ നമ്മൾ കുറേയധികം സ്റ്റോക്കുകൾ റാലി ചെയ്ത് പോയ സമയത്ത് പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ സ്റ്റോക്കുകളൊന്നും തന്നെ എക്സിറ്റ് ചെയ്തിട്ടില്ല. കാരണം ഈ ഒരു സ്റ്റോക്ക് നമ്മൾ അടുത്ത ആഴ്ചയിൽ വീണ്ടും ഒരു 5% അല്ലെങ്കിൽ 10% ഇറങ്ങിപ്പോയി എന്നുണ്ടെങ്കിലും നമുക്ക് അറിയാം ആ സ്റ്റോക്ക് പിന്നീട് കയറി വരും. ഇത് മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവ് ആകുമ്പോഴുള്ള കറക്ഷനാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അതിനനുസരിച്ച് ചേൺ ചെയ്ത ചെറിയ പ്രോഫിറ്റ്സ് നേടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ലോങ് നമ്മുടെ വിഷൻ അത് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലോങ് ടൈമിൽ നമ്മൾ മാർക്കറ്റിൽ വിജയിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ട്രയൽ ആൻഡ് എററിലൂടെ ഞാൻ പഠിച്ചൊരു മെത്തേഡാണ്. അതിൽ നല്ല രീതിയിൽ ഞാൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ടും അതിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാർക്കറ്റിൻ്റെ ഈവൻ ഇപ്പോഴുള്ള ഈ ഒരു ഡിമാൻഡ് സോണ് 22,104 അല്ലെങ്കിൽ 21,821 എന്നുള്ള ആ ഡിമാൻഡ് സോൺ അതിനൊക്കെ താഴേക്ക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും 20,437 എന്നുള്ളൊരു ലെവൽ വരെയും കറക്റ്റ് ചെയ്തതിന് ശേഷം, പക്ഷേ ഈ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ പോലും നമ്മൾ മിഡ് ക്യാപ്പുകൾ നല്ല സ്റ്റോക്കുകളൊന്നും കാര്യമായിട്ട് കറക്ഷൻ കൂടെ കടന്നു പോവില്ല. അപ്പോൾ പലരും ഇപ്പോൾ പലരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറേ പേര് ഭയപ്പെടുന്നൊരു കാര്യമോ ഇപ്പോൾ പല സ്റ്റോക്കുകൾ 30% അല്ലെങ്കിൽ 40% കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനിയും ഇത് താഴെ പോയി 0 ആകുമോ എന്നുള്ള രീതിയിൽ പലപ്പോഴും അങ്ങനെയുള്ള ഒരു ഭയമായിരിക്കും നമ്മൾ പലരുടെയും മനസ്സിലുണ്ടാകുക. കാരണം പുതിയതായിട്ട് മാർക്കറ്റിൽ വന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭയം ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കമ്പനികളെല്ലാം പ്രോഫിറ്റിൽ പോകുന്ന കമ്പനികളാണ്. ആ കമ്പനികളിൽ നല്ല രീതിയിലുള്ള സർവീസുകളും പ്രോഡക്ട്സും ഉള്ള കമ്പനികളാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി 0 ആകുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനനുസരിച്ച് പ്രൈസിലുള്ള ഫ്ലക്ച്വേഷൻ ആണത്. ആ പ്രൈസിലുള്ള ഫ്ലക്ച്വേഷൻ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ പ്രോഫിറ്റിലാകും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇവിടെ നമുക്ക് വേണ്ടത്. നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സിൻ്റെ ചാർട്ടും കഴിഞ്ഞ വീക്കിൽ നോക്കിയാൽ 74,332 വന്ന് 1,134 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 1,275 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് 49,190 വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 804 പോയിൻറ്റ്സ് കൂടെ ഉയർന്ന് 15,504 വന്നിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തിൽ
HSBC മ്യൂച്വൽ ഫണ്ട്സിൻ്റെ മാർക്കറ്റ് ഔട്ട്ലുക്ക് റിപ്പോർട്ട് 2025 കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇന്ത്യസ് ലോങ് ടൈം ഔട്ട്ലുക്ക് റിമൈൻ സ്ട്രോങ് ആൻഡ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിൾ ഈസ് പ്രൊജക്റ്റഡ് ടു ബി ഓൺ മീഡിയം ടൈം അപ് ട്രെൻഡ് സപ്പോർട്ടഡ് ബൈ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാനുഫാക്ചറിങ്, പിക്കപ്പ് ഇൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് എ റിക്കവറി ഇൻ ദ റിയൽ എസ്റ്റേറ്റ് സൈക്കിൾ ഇതൊക്കെയാണ് HSBC വരും ദിവസങ്ങളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇതുപോലെയുള്ള കുറേ സപ്ലൈ ചെയിനിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇപ്പോഴത്തെ ഈ നിഫ്റ്റിയുടെ ഈ കറക്ഷന് ശേഷം ഇപ്പോൾ നിഫ്റ്റിയുടെ വാല്യുവേഷൻ ഒരു 5 കൊല്ലത്തെ അല്ലെങ്കിൽ 10 കൊല്ലത്തേക്ക് ആവറേജ് വാല്യുവേഷനിലേക്ക് ആയിട്ട് ലൈനിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ വാല്യുവേഷൻ 18.1 ടൈംസ് ആണ്. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ PE റേഷ്യോയുടെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ 7% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 ആവറേജിൻ്റെ 7% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 10 ഇയർ ആവറേജിന് ലൈനിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാല്യുവേഷൻസൊക്കെ കുറേയധികം അട്രാക്റ്റീവ് ആകുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കറക്ഷൻസ് കഴിയാറായിട്ടുണ്ടെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് നമ്മൾ വേണ്ടത്. പലരും നമ്മളൊരു പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല മെസ്സേജുകൾ നിങ്ങൾ കാണുന്നതായിരിക്കും. കാരണം ബെയർ മാർക്കറ്റിലേക്ക് പോവുകയാണ്, സ്മോൾ ക്യാപ്പുകൾ മിഡ് ക്യാപ്പുകളൊക്കെ ബെയർ മാർക്കറ്റിലേക്ക് പോവുകയാണ്, 3 അല്ലെങ്കിൽ 4 വർഷമൊക്കെ 3 ഇയേഴ്സിലേക്ക് അല്ലെങ്കിൽ 4 ഇയേഴ്സിലേക്കൊക്കെ ഇതിലൂടെ കടന്നു പോയതിന് ശേഷം തിരിച്ചു വരൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ എക്കണോമിയുടെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ വളരെ നല്ലൊരു ഗ്രോത്തിൻ്റെ പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലുണ്ടായിരിക്കുന്ന 1-2 ക്വാർട്ടറിൻ്റെ ഒരു ഡിപ്പ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു മാർക്കറ്റിൻ്റെ ഒരു ഡൗൺ സൈക്കിളിലൂടെ ഒന്നും ഇനി ആവില്ല മാർക്കറ്റ് കടന്നു പോകുന്നത്. നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുൾ സൈക്കിളിലൂടെ കടന്നു പോകും നമ്മുടെ മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്നത്. ഇവിടെ പല രീതിയിലും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള പല മെസ്സേജുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളതിൽ നിന്നും ഒക്കെ മാറി നിന്നുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹോൾഡ് ചെയ്യുക. കാരണം നമ്മൾ പലയിടത്തും സ്റ്റോക്ക് മാർക്കറ്റിൽ പലപ്പോഴും മാർക്കറ്റിൻ്റെ താഴേക്ക് പോകുന്ന അല്ലെങ്കിൽ കറക്ഷൻ്റെ സമയത്ത് എക്സിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഹയർ ലെവലിൽ വന്ന് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് വലിയ അവസരങ്ങളായിരിക്കും. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ മാർക്കറ്റിൻ്റെ ചെറിയ പുൾ ബാക്കിൻ്റെ സമയത്ത് നമ്മൾ വളരെ സൈലൻ്റായിട്ട് നിൽക്കുന്ന ഒരു രീതി ഫോളോ ചെയ്യുന്നത്. അത് നമുക്ക് കുറേ സമയം മാർക്കറ്റിൽ നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ലോങ് ടൈമിലുള്ള സക്സസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ബുള്ളിഷ് സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി നമ്മൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യണം. പക്ഷേ എപ്പോഴും നമ്മൾ വളരെ പ്രൈസ് കുറഞ്ഞ സ്റ്റോക്കുകൾ ഏതെങ്കിലും ഓപ്പറേറ്റർ ഡ്രിവൺ ആയിട്ടുള്ള ലോസിലൊക്കെ ഉള്ള കമ്പനികൾ മുകളിലേക്ക് പോകുന്നുണ്ടെന്ന്. ചില കമ്പനികൾ ഈവൻ സെയിൽസോ അല്ലെങ്കിൽ റവന്യൂ പോലും ഇല്ലാത്ത കമ്പനികൾ പോലും കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ റാലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കമ്പനികളെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ റവന്യൂ പ്രോഫിറ്റും എല്ലാം ഉള്ള കമ്പനികൾ, നല്ല പ്രോഡക്റ്റ്സ് ഉള്ള കമ്പനികളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ട്രിപ്പിൾ പ്രോഫിറ്റിൻ്റെ അനാലിറ്റിക്സിൻ്റെ എല്ലാ റെക്കമെൻഡേഷൻസും അങ്ങനെയുള്ള സ്റ്റോക്കുകളിലാണ്. അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നമ്മൾ ഇനിയും ഹോൾഡ് ചെയ്യുക. പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷൻസൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമ്മുടെ ക്ലയൻസിനെല്ലാം നൽകിയിട്ടുണ്ട്. കാരണം മാർക്കറ്റ് ഒരു ഓവർസോൾഡ് പൊസിഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഇതുപോലെ കറക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഒരു വർഷത്തിൽ, കാരണം നമുക്ക് നോക്കിയാൽ കഴിഞ്ഞൊരു വർഷം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 6 months വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റിലാണ് നമ്മൾ പലരും പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ലാസ്റ്റ് ഒരു 6 months പല സ്റ്റോക്കുകളും ബൈയിങ് പ്രൈസിനാലും താഴേക്കാണ് പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് മാർച്ച് മന്തിലേക്ക്, ഈ ഫെബ്രുവരി മന്തിലെ ലാസ്റ്റ് എൻഡോടുകൂടിയൊക്കെ കുറേയധികം സ്റ്റോക്കുകൾ വളരെ നല്ല രീതിയിൽ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ വർഷത്തെ ഒരു ടാക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ ടാക്സ് ഗെയിൻ ഹാർവെസ്റ്റിംഗ് എന്നൊക്കെയുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ടാക്സ് നമ്മൾ കുറേയധികം സ്റ്റോക്കുകൾ നമ്മൾ
പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൽ നമ്മൾ ടാക്സ് അടയ്ക്കണമല്ലേ. അതേസമയം ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോയിൽ ഏതെങ്കിലും സ്റ്റോക്കുകളൊക്കെ ബൈയിങ് പ്രൈസിന് താഴെ നിൽക്കുകയാണെങ്കിൽ അതിൽ നോഷണൽ ലോസ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് ആ ലോസ് നമ്മൾ വിൽക്കാത്തിടത്തോളം കാലം, ആ സ്റ്റോക്കുകൾ നമ്മൾ വിൽക്കാത്തിടത്തോളം കാലം ആ ലോസ് കൺസിഡർ ചെയ്യില്ല. പക്ഷേ അതേസമയം നമുക്ക് ഈ പ്രോഫിറ്റിൽ നമുക്ക് ടാക്സ് അടയ്ക്കുകയും വേണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു നമ്മുടെ ടാക്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലാനിങ് ചെയ്യാവുന്നതാണ് ടാക്സ് ഹാർവെസ്റ്റിംഗ് എന്നുള്ളത്. അതിൽ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു 3 lakhsോളം കഴിഞ്ഞ വർഷത്തിൽ നമ്മളൊരു സ്റ്റോക്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അധികം സ്റ്റോക്കുകളിൽ ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴൊരു നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കുറച്ച് സ്റ്റോക്കുകൾ, അതായത് നമ്മളൊരു 12 monthsനുള്ളിൽ തന്നെ വാങ്ങിയ സ്റ്റോക്കുകളിലൊരു 2 lakhsോളം ലോസ് കാണുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കുകളെ നമുക്ക് മാർച്ച് മന്തിൻ്റെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വിറ്റ് മാർച്ച് മന്ത് 31 ഉള്ളിൽ തന്നെ തിരിച്ചു വാങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ഒരു 2 lakhsൻ്റെ ലോസ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് ടാക്സ് ലയബിലിറ്റി നമുക്ക് 1 lakhനുള്ള ടാക്സ് മാത്രമേ അടയ്ക്കേണ്ടി വരികയുള്ളൂ എന്നുള്ളത് കാണാം. അതേസമയം അതുപോലെ തന്നെ നമുക്ക് 3 lakhsൻ്റെ തന്നെ ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 3 lakhs ലോസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ആ സ്റ്റോക്കുകൾ തിരിച്ചു വാങ്ങുകയാണെങ്കിൽ നമുക്ക് ടാക്സ് ലയബിലിറ്റി നില്ലാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു കാര്യം വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ടാക്സ് ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ്. പലപ്പോഴും കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. എസ്പെഷ്യലി ഈ വർഷത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും, ഈ വർഷം തന്നെ 23rd July 2024 മുമ്പ് ആണ് നിങ്ങൾ സ്റ്റോക്ക് ഇപ്പോൾ ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 15% ആയിരിക്കും. അതേസമയം 24th July ശേഷമാണ് നിങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുന്നത് 20% ആണ്. അപ്പോൾ ഈ വർഷം തന്നെ ടാക്സ് റേറ്റിൽ തന്നെ ഒരു ഡേറ്റിന് മുമ്പ് 24th July മുമ്പാണെങ്കിൽ 15%, ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിന് 24th July ശേഷമാണെന്നുണ്ടെങ്കിൽ ഇത് 23rd July ശേഷമാണെങ്കിൽ 20% ആണ്. അപ്പോൾ ആ റേറ്റുകളെല്ലാം വ്യത്യാസം വരും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ടാക്സ് ഹാർവെസ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് 1,25,000 വരെ എക്സംഷൻ ഉണ്ടായില്ല. അപ്പോൾ അത് നമുക്കൊരു പക്ഷേ ഈ വർഷം നമുക്കൊരു പ്രോഫിറ്റിലുള്ള സ്റ്റോക്കുകൾ വേണം. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് 1,25,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന രീതിയിൽ 31st March മുമ്പ് വിറ്റതിന് ശേഷം ഏപ്രിൽ മന്തിൽ തിരിച്ചു വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ 1,25,000 നമുക്ക് എക്സംഷനും ക്ലെയിം ചെയ്യാൻ പറ്റും. അതിനെയാണ് ടാക്സ് ഗെയിൻ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 മെത്തേഡിലും നമുക്ക് ടാക്സ് ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു നെറ്റ് ലോസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഈ വർഷം ഒരു 2 lakhsൻ്റെ പ്രോഫിറ്റ് ഉണ്ട്. അതേസമയം നമുക്കൊരു 10 lakhsോളം ലോസ് ഇപ്പോഴുണ്ട്. നമ്മുടെ നാഷണൽ ലോസ് ഉണ്ട് ഇതിൽ ഇയറിലുണ്ടെങ്കിൽ ഈ 8 lakhsോളം നമുക്ക് നെറ്റായിട്ടുള്ള ലോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ബുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് എൻ്റർ ചെയ്ത് ഈ 8 lakhsൻ്റെ ലോസ് നമുക്ക് അടുത്ത വർഷത്തെ ഗെയിൻ അഗൻസ്റ്റ് സെറ്റിൽ ചെയ്യാനായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്കിതുപോലെയുള്ള ലോസ് 8 വർഷം വരെയും ക്യാരി ഫോർവേഡ് ചെയ്ത് പിന്നീടുള്ള വർഷങ്ങളിലെ ലോസുകൾക്ക് അഗൻസ്റ്റ് പ്രോഫിറ്റുകൾക്ക് അഗൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ള ഇതുകളുണ്ട്. പക്ഷേ എന്തായാലും ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡായിട്ട കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിരിക്കും അവരുടെ ഇത് അപ്ലിക്കേഷൻസ്. അതുപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെയും ഈ കാര്യങ്ങളിലും എല്ലാം സെറ്റ് ഓഫ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസും തമ്മിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും എഗൻസ്റ്റും സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ടൊക്കെ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ചെയ്യുക. അതിൽ കൃത്യമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം അത് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൽ നമ്മൾ പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട്
നമ്മുടെ ഗെയിൻ കുറച്ച് അതുപോലെ തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ടാക്സ് കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ ഒരു എക്സാമ്പിളോട് പറയാം. അതായത് നമുക്കിപ്പോൾ ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് 1 lakh നമ്മൾ ബുക്ക് ചെയ്തതുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുമ്പോൾ നമുക്കറിയാം 15% അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളത് വിൽക്കുന്നത് 23rd ജൂലൈക്ക് മുമ്പാണെങ്കിൽ 15% ആണ് വരിക. അപ്പോൾ നമുക്കറിയാം 15,000 ആണ് അതിൽ ടാക്സ് വരിക. അത് സമയം നമുക്കൊരു അൺറിയലൈസ്ഡ് ലോസ് ആയിട്ട് 60,000 ഉണ്ടെങ്കിൽ നമുക്കത് ആ സ്റ്റോക്കുകൾ വിറ്റ് നമ്മളത് തിരിച്ചു വാങ്ങുകയാണെങ്കിൽ വാങ്ങാന്ന് പറയുമ്പോൾ അന്ന് തന്നെ വാങ്ങരുത്, വിറ്റതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ വാങ്ങുകയാണെങ്കിൽ അതിലെ റേറ്റുകളിൽ വരുന്ന വ്യത്യാസത്തിൻ്റെ ലോസ് ഓഫ് പ്രോഫിറ്റ് വേറെ ഉണ്ടാവും. പക്ഷേ അതില്ലാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ വിറ്റ റേറ്റിന് വാങ്ങാമെന്നുണ്ടെങ്കിൽ എന്നുള്ളൊരു അസംഷനിൽ പറയുകയാണെങ്കിൽ ഈ 60,000 ലോസ് നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്കറിയാം നെറ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 40,000 വരും. അപ്പോൾ 40,000-ൽ 15% ടാക്സ് എന്ന് പറഞ്ഞ് 6,000 ആയി. അപ്പോൾ നമ്മൾ 15,000 അടയ്ക്കുന്നതിന് പകരം ഈ 6,000-ലേക്ക് വരുമ്പോൾ നമുക്ക് 9,000-ൻ്റെ സേവിങ് വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതേസമയം നമ്മൾ ഈ വിൽക്കുന്നത് 23rd ജൂലൈക്ക് ശേഷമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 20% റേറ്റാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അപ്ലൈ ചെയ്യുക. അതായത് 1 lakhൻ്റെ പ്രോഫിറ്റിൽ 20% അപ്ലൈ ചെയ്യുമ്പോൾ 20,000 ആണ് നമുക്ക് ടാക്സ് വരുന്നത്. അതിൽ അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ലോസ് ഉള്ളത് നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം ആ 60,000 നമ്മൾ ലോസായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 40,000 വരുമ്പോൾ നമ്മൾ അതിൽ 20% നമ്മൾ ടാക്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 8,000 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 20,000 മൈനസ് 8,000 കൂടെ നമുക്ക് സേവിങ് വരുമ്പോൾ ടോട്ടൽ സേവിങ് വരുന്നത് 12,000 rupees ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ നോർമലി നമ്മൾ അപ്ലൈ ചെയ്യാവുന്ന ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമുക്കൊന്ന് കുറച്ച് കുറയ്ക്കാനായിട്ടുള്ള ഒരു മെത്തേഡ്. എന്തായാലും ഇതൊരു ഇന്ത്യൻ കോണ്ടസ്റ്റിൽ ഇത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. ഇതിങ്ങനെ ചെയ്യുന്നതിന് ലീഗലി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ ഉള്ള ഇതൊന്നുണ്ടെങ്കിലും US-ലെല്ലാം ഇതിനെ ഇങ്ങനെ ഒരു അന്ന് ആ ഒരു മാസത്തിന് 30 ഡേയ്സിനുള്ളിൽ തന്നെ വിറ്റ് വാങ്ങുകയാണെങ്കിൽ അതിന് വാഷ് സെയിൽസ് എന്നാണ് പറയുക. അത് അവിടെ പ്രൊഹിബിറ്റഡ് ആണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രൊഹിബിഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ടാക്സ് പ്ലാനിങ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ചില സമയങ്ങളിൽ അസസ്മെൻറ്റിലൊക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിൽ വയ്ക്കുക. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ പെർമനൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സായിട്ട് കണ്ടിട്ടുള്ള കുറേയധികം വ്യക്തികളുണ്ടല്ലേ. അവർ കമ്പനികളിൽ പ്രൊമോട്ടേഴ്സ് ഒന്നും ആവില്ല. പക്ഷേ പല കമ്പനികളിലും 2% അല്ലെങ്കിൽ 5% അല്ലെങ്കിൽ 10% ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ആ പ്രോഫിറ്റ് നേടുക എന്നുള്ളതാണ് അവർ പലരും ചെയ്യുന്നൊരു കാര്യം. അങ്ങനെയുള്ള പല ഇൻവെസ്റ്റേഴ്സിനും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലുണ്ട്, കുറേ ചെന്നൈ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പുറത്തും നമ്മൾ കണ്ടിട്ടുള്ള കുറേ അധികം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് മാർക്കറ്റിൻ്റെ കറക്ഷൻസിന് അവർ വളരെയധികം സന്തോഷത്തോടുകൂടി വെയിറ്റ് ചെയ്യുന്നവരാണ്. അവർ താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ അവർ കുറേയധികം കമ്പനികൾ, നല്ല കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള കമ്പനികളിൽ കുറേയധികം മാർക്കറ്റിൻ്റെ സെൽ ഓഫിൽ വളരെ റീസണബിളായുള്ള വാല്യുവേഷനിലേക്ക് വരുമ്പോൾ അവരുടെ പെർസെൻറ്റേജ് അവർ ഹൈക്ക് ചെയ്യാനായിട്ടാണ് ഇതുപോലുള്ള സമയങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ അവർ സ്റ്റോക്കുകൾ വലിച്ചെറിഞ്ഞ് കളയാനല്ല ഉദ്ദേശിക്കുക. പലപ്പോഴും അവർ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും പല കമ്പനികളുടെ പ്രൊമോട്ടേഴ്സിനും ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല കമ്പനികളുടെയും പ്രൊമോട്ടേഴ്സിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ സമയത്തൊരു 10,000 കോടി വാല്യുവേഷൻ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയുടെ സ്റ്റോക്ക് 40% കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓണറെ സംബന്ധിച്ചിടത്തോളം 4,000 crores ലോസ് വന്നിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ അത് അവിടെ മുകളിൽ വിൽക്കാൻ പറ്റാതിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആ സ്റ്റോക്കുകൾ വിൽക്കാൻ സാധിക്കില്ല. കാരണം ഒരു പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ കൺട്രോളും എല്ലാം നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന പോർഷൻ ആയിരിക്കും. അപ്പോൾ അദ്ദേഹം അത് വിൽക്കുന്നുണ്ടാവില്ല. പക്ഷേ അത് അവിടെ വിൽക്കാതിരുന്നത് ഒരു അബദ്ധമായിട്ട് നമ്മൾ കാണാറില്ല അല്ലേ. അത് കാരണം അത് ആ കമ്പനി അദ്ദേഹം ഓൺ ചെയ്യുകയാണ്, അദ്ദേഹത്തിൻ്റെ മേജർ സ്റ്റേക്ക് അദ്ദേഹം ഹോൾഡ് ചെയ്യുകയാണ്. ആ കമ്പനിയുടെ ഗ്രോത്ത് അദ്ദേഹത്തിനറിയാം. ഈ കമ്പനിയുടെ അദ്ദേഹത്തിൻ്റെ ഹോൾഡിങ്ങിൻ്റെ വാല്യൂ ഇപ്പോൾ 10,000 crore ഉള്ളത് അടുത്ത ഇനിയുള്ള വർഷങ്ങളിൽ വീണ്ടും മുകളിലേക്ക് ഉയർന്ന് 15,000 crores അല്ലെങ്കിൽ 20,000 crores പോകുമെന്നുള്ള കോൺഫിഡൻസ് ആണ് അവരെ ആ സ്റ്റോക്കുകൾ വീണ്ടും ഹോൾഡ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതേസമയം മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ എന്നുള്ളത് അവർ വലിയ രീതിയിൽ വറീഡ് ആകില്ല. അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ക്യാപ്പിൽ വരുന്ന ഫോള് നമ്മുടെ കയ്യിൽ നിന്ന് ഇത്രയും ലോസ് വന്നു എന്നുള്ള രീതിയിൽ ആലോചിച്ച് അവരൊരിക്കലും വറീഡ് ആയില്ല. പക്ഷേ
അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള അവർ ഒരിക്കലും കമ്പനികളുടെ പ്രൊമോട്ടേഴ്സ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഡയറക്റ്റ് ബോർഡിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായിരിക്കും ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് രാകേഷ് ജിഞ്ചുമാല എന്നുള്ളൊരു ഇൻവെസ്റ്റർ, നമുക്ക് അറിയാം, വലിയ വെൽത്ത്. അദ്ദേഹം ആക്ച്വലി ഇൻവെസ്റ്റ്മെൻറ്റിൽ മാർക്കറ്റിലേക്ക് വരുന്നത് 5,000 റുപ്പീസുമായിട്ടാണ്. അതിനുശേഷം അദ്ദേഹം മോർ ദാൻ 50,000 ക്രോർസിൻ്റെയൊക്കെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവരെല്ലാം ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി പലപ്പോഴും നല്ല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയും മാർക്കറ്റിൻ്റെ കറക്ഷൻസിൽ കുറേ കൂടെ ആഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ലോങ് ടൈമിലേക്ക് മാർക്കറ്റിനൊരു വ്യൂയോടുകൂടി മാർക്കറ്റ് വലിയ സക്സസ്ഫുൾ ആകും എന്നുള്ളൊരു കോൺഫിഡൻസോടുകൂടി നിൽക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ വേൾഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആയിട്ടുള്ള വോറൻ ബഫെ പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റാണ്, നമുക്ക് ദ ബെസ്റ്റ് ചാൻസ് ടു ഡിപ്ലോയ് ക്യാപിറ്റൽ ഈസ് വെൻ തിങ്സ് ആർ ഗോയിങ് ഡൗൺ എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ക്യാപിറ്റൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഐഡിയലായിട്ടുള്ള സമയം എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ഏത് റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ബൈ ബിലോ എന്ന് പറഞ്ഞിട്ടാണ്. ഒരു സ്റ്റോക്ക് ഒരു ബൈ ബിലോ 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്റ്റോക്കിനെ നമ്മൾ ഒരു ക്വാളിറ്റി സ്റ്റോക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷനിൽ ഒരുപക്ഷെ സ്റ്റോക്ക് ഇപ്പോൾ ഒരു 300 ലെവലിലാവും നിൽക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു 290 ലെവലിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. ആ സമയം സ്റ്റോക്ക് ഒരു ദിവസം ഒരു ബാഡ് ഡേയിൽ മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ലോ ആയിരിക്കുന്ന നെഗറ്റീവ് ആയിരിക്കുന്ന ദിവസത്തിൽ സ്റ്റോക്ക് ഒരു 260ലേക്കോ അല്ലെങ്കിൽ ഒരു 250ലേക്കൊക്കെ വരികയാണെങ്കിൽ അത് ആ ലെവലിൽ നമ്മൾ ബൈ ചെയ്യാനായിട്ട് തയ്യാറായിട്ടിരിക്കണം എന്നുള്ളത് കൂടിയാണ്. അതായത് സ്റ്റോക്കിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ബൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ടാർഗറ്റും നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സ്റ്റോക്കിന് എത്രയൊക്കെ താഴേക്ക് വരുമ്പോഴും നമ്മൾ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടാർഗറ്റിൽ നമ്മൾ മാറ്റുന്നില്ല, നമ്മൾ ആ ടാർഗറ്റിനെ നിലനിർത്തിക്കൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ താഴേക്ക് ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ സ്ട്രാറ്റജി മാറ്റാതിരിക്കുക എന്നുള്ളതാണ് ലോങ് ടൈം സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയി മൂവ് ചെയ്യാനായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൊരു മെത്തേഡ്. ഈ ഒരു മെത്തേഡ് ടൈം ടെസ്റ്റഡ് ആയിട്ടൊരു മെത്തേഡാണ്. എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിലും അതുപോലെ തന്നെ നമ്മുടെ റെക്കമെൻഡേഷൻസിലും നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത് ഈ മെത്തേഡാണ്. അതുപോലെ നമ്മളെല്ലാ വീക്കിലും ഹൈ വാല്യൂഡ് ആയിട്ടുള്ള ചില സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഈ ഒരു 20%-ലധികമൊക്കെ മുകളിലേക്ക് ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് മൂവ് ചെയ്യാവുന്ന സ്റ്റോക്കുകളാണിവ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റോക്കാണ് ഡാറ്റ പാറ്റേൺസ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഒരു 3655 ലെവലിൽ നിന്നൊക്കെ ഒരു വലിയൊരു കറക്ഷനോട് കടന്നു പോയതിന് ശേഷം ഇപ്പോൾ 1265 ലെവൽ 68 ലെവലിലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 1268 നിന്നും ഈ സ്റ്റോക്കിനൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഒരു 20%-ലധികമൊക്കെ മുകളിലേക്ക് മൂവ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക്, ഡാറ്റ പാറ്റേൺസ് എന്നുള്ള സ്റ്റോക്ക്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് അബർ ഇൻഡസ്ട്രീസ് എന്നുള്ള സ്റ്റോക്ക്. അത് അതർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്നുള്ള സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഒരു 11,779 നിന്നും കറക്റ്റ് ചെയ്തതിന് ശേഷം 6,106 എന്ന ലെവലിലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്ക് ഒരു വലിയ ഹെവി സെൽ ഓഫിലൂടെ കടന്നുപോയൊരു സ്റ്റോക്കാണ്. വരും ദിവസങ്ങളിലൊരു റീബൗണ്ട് ലഭിക്കുകയാണെങ്കിൽ 20%-ഒക്കെ മൂവ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്ക്. ഇത് എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഒരു 2833 ലെവലിലേക്ക് ആ ഡിഫൻസ് സ്റ്റോക്കുകളുടെ റാലിയിൽ മൂവ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ വീക്കിൽ 1385 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ GRSC എന്നുള്ള സ്റ്റോക്കും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഒരു 20%-ഒക്കെ മൂവ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് സിഗ്നേച്ചർ ഗ്ലോബൽ ഇന്ത്യ എന്നുള്ള റിയാലിറ്റി സെക്ടറി എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് 1647 ലെവലിൽ നിന്നൊക്കെ ഒരു 1062 ലെവലിലേക്കൊക്കെ ഒരു കറക്ഷന് ശേഷം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയായിരുന്നു നോക്കാം. ഈ സ്റ്റോക്കുകൾ ജ്യോതി CNC ഓട്ടോമേഷൻ 21% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ ഇന്ത്യ സിമൻസ് 20% ഉയർന്നും, ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷൻ 19% ഉയർന്നും, PTC ഇൻഡസ്ട്രീസ് 17% ഉയർന്നും, ട്രിവേണി ടർബൈൻ 17% ഉയർന്നും, ശ്യാം മെറ്റാലിക്സ് 15% ഉയർന്നും, HEG 13% ഉയർന്നും, ഉഷ മാർട്ടിൻ 13% ഉയർന്നും, ആൻഡ് അദാനി എനർജി 12% ഉയർന്നും, ഹിറ്റാച്ചി എനർജി 12% ഉയർന്നും, വെലോർ എസ്റ്റേറ്റ് 12% ഉയർന്നും, കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് 12% ഉയർന്നും, KSB 12% ഉയർന്നും,
ചെന്നൈ പെട്രോളിയം 12% ഉയർന്നും സൺ ഫാർമ അഡ്വാൻസ്ഡ് 12% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലാണ് കഴിഞ്ഞ വീക്കിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIs കഴിഞ്ഞ വീക്കിൽ 15,501.5 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 20,950.9 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 28 ഫെബ്രുവരിയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 22,124 3rd മാർച്ചിൽ 5 പോയിൻറ്റ്സ് താഴ്ന്ന് ക്ലോസ് ചെയ്ത മാർക്കറ്റ് 4th മാർച്ചിന് 36 പോയിൻറ്റ്സ് താഴ്ന്ന ആണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം 5th മാർച്ചിൽ 254 പോയിൻറ്റ്സ് ഉയർന്നും അതിനുശേഷം 6th മാർച്ചിൽ 207 പോയിൻറ്റ്സ് കൂടെ ഉയർന്ന് 7th മാർച്ചിന് 7 പോയിൻറ്റ്സ് കൂടെ ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ വീക്കിൽ 427 പോയിൻറ്റ്സിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു റീബൗണ്ട് നമുക്ക് കഴിഞ്ഞ ലാസ്റ്റ് 3 ഡേയ്സിൽ കാണാൻ സാധിച്ചു. അതുപോലെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ് നമ്മൾ കാണുന്നത്. ഫെബ്രുവരി മന്ത് 1383 പോയിൻറ്റ്സിൻ്റെ കറക്ഷനോടുകൂടിയാണ് ക്ലോസ് ചെയ്തതെന്നുണ്ടെങ്കിൽ മാർച്ച് മന്തിൽ ഫസ്റ്റ് വീക്ക് ഒരു 427 പോയിൻറ്റ്സ് അതിൻ്റെ റീബൗണ്ടോടുകൂടി ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് നമുക്ക് മാർച്ച് മന്തിൽ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 20 DMA വരുന്നത് 22,748 50 DMA വരുന്നത് 23,151 100 DMA വരുന്നത് 23,687 200 DMA വരുന്നത് 24,068 അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം പിവറ്റ് പോയിന്റ് വരുന്നത് 22,383 അതിൽ മുകളിൽ റെസിസ്റ്റൻസുകൾ 22,678 22,802 23,253 23,471 24,955 എന്നീ ലെവൽസാണ്. അതേസമയം 22,383 താഴെ സപ്പോർട്ട് ലെവൽസ് ആയിരിക്കുക 22,133 21,714 21,464 20,976 20,437 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു വീക്ക്ലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 23,253 ലോവർ റേഞ്ച് 21,464 ആണ്. അതേസമയം പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 22,383 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദ വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് രാമകൃഷ്ണ ഫോർജിങ്സ് എന്നുള്ള കമ്പനിയാണ്. ഈ കമ്പനി 715 ലെവലിലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ലെവലിന് മുകളിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് അടുത്തൊരു റെസിസ്റ്റൻസ് 823 ലെവലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് രാമകൃഷ്ണ ഫോർജിങ്സ് ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ട്രിവേണി ടർബൈൻ എന്ന കമ്പനിയാണ്. ഈ കമ്പനി 613 ലെവലിലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് 711 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് ട്രിവേണി ടർബൈൻ ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ശ്രീറാം ഫിനാൻസ്, PG ഇലക്ട്രോപ്ലാസ്റ്റ്, വിജയ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ, റെഡിങ്ടൺ, അതുപോലെ JSW സ്റ്റീൽ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടോടുകൂടി ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്കുകളെ നമുക്ക് കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.